റഷ്യയിൽ പുറത്തിറക്കിയ ബിയറിന്റെ കാനുകളിൽ ഗാന്ധിജിയുടെ ചിത്രവും ഒപ്പും പതിപ്പിച്ച് മഹാത്മാജി എന്ന് പേര് നൽകിയിരിക്കുന്നത് അവഹേളനപരമാണെന്ന് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ റഷ്യൻ പ്രസിഡന്റിനുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഗാന്ധിജിയെ മദ്യപ്രചാരകനാക്കി ചിത്രീകരിക്കുന്നത് മോസ്കോയ്ക്ക് സമീപത്തുള്ള റിവോർട്ട് ബ്രൂവറി എന്ന ബിയർ നിർമ്മാണ കമ്പനിയാണ്. മദ്യത്തിനെതിരെ ജീവിതത്തിലുടനീളം കർശന നിലപാട് സ്വീകരിച്ചിരുന്ന ഗാന്ധിജിയെ മദ്യത്തിന്റെ പ്രചാരകനാക്കിയത് അപമാനകരമാണെന്നും നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ജീവിതത്തിൽ ഉടനീളം മദ്യത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഗാന്ധിജി. മാത്രമല്ല, അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, തനിക്ക് രാജ്യത്തിന്റെ പരമാധികാരം ലഭിക്കുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ മദ്യശാലകൾ മുഴുവൻ അടച്ചുപൂട്ടുമെന്ന്. ഇതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലൊന്നാണ് ഘട്ടം ഘട്ടമായുള്ള മദ്യനിരോധനം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിതത്തിലുടനീളം മദ്യത്തിനെതിരെ നിലപാടെടുത്ത ഗാന്ധിജിയുടെ ചിത്രം മദ്യക്കുപ്പികളിൽ അച്ചടിക്കുന്നത് അപമാനകരവും ആക്ഷേപകരവുമാണ്. 2021 പുറത്തിറക്കിയ ഈ ബിയർ ബ്രാൻഡ് റഷ്യൻ വിപണികളിൽ ലഭ്യമാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ നയതന്ത്ര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ ഗാന്ധിജിയുടെ ചിത്രം ബിയർ കുപ്പിയിൽ അച്ചടിച്ചതിനെതിരെ 2019 എബി ജെ ജോസ് നൽകിയ പരാതി രാജ്യസഭയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്നുണ്ടായ നയതന്ത്ര ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ മദ്യക്കമ്പനികൾ ഖേദം പ്രകടിപ്പിച്ച് ബിയർ കുപ്പികളിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു. അതേസമയം മദർ തെരേസ, നെൽസൺ മണ്ടേല, ഫിഡൽ കാസ്ട്രോ തുടങ്ങിയവരെ ഒന്നും മദ്യക്കമ്പനി വെറുതെ വിട്ടിട്ടില്ല. ഇവരുടെയൊക്കെ ചിത്രം പതിപ്പിച്ചും ഇവർ ബിയർ പുറത്തിറക്കുന്നുണ്ട്. സി മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.